ടൗണിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് എഡീഷനിൽ വന്നിരിക്കുന്ന ഹാരിയറാണ്. രണ്ട് ഹാരിയർ എൻ്റെ തലങ്ങും വിലങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡാർക്ക് എഡീഷനാണ്. ഡാർക്ക് എഡീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഫുള്ള് ഒരു ബ്ലാക്ക് മയമായിരിക്കും ഇതിൻ്റെ എവിടെ നോക്കിയാലും. പിന്നെ ഈ ഒരു വാഹനത്തിന് ചെറിയ സീറ്റിനകത്ത് കുറച്ച് സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് അത് നമുക്കൊരു ബീച്ച് കളർ ആക്കിയിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു ബ്ലാക്കാണ്. ഇന്ത്യസ് അല്ലെങ്കിൽ എക്സിയസ് അല്ലെങ്കിൽ എവിടെ വെക്കാം നമുക്ക് ഡാർക്ക് എഡീഷൻ്റെ ഡാർക്ക് ഭാവം നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ തൊട്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2021 മോഡൽ വണ്ടിയാണ്. 2021 മോഡൽ XT എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്ന വണ്ടിയാണ്. ഈ ഒരു വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ 2022 മോഡൽ. ഇത് 21 മോഡലാണ്, സോറി ഇത് 21 മോഡലും ഇത് 2022 മോഡൽ XT പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നേക്കണം ഈ ഒരു വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും സിംഗിൾ ഓണർഷിപ്പാണ്. അതേപോലെ തന്നെ ഡീസൽ വണ്ടിയാണ് ഈ രണ്ട് വാഹനങ്ങളും. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മൈലേജും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അറിയാം. പവർ വന്നേക്കണം 170 PS പവറിലാണ് വന്നേക്കണേ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടീനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഇൻട്രോ പറയാനുള്ളത്. ഈ ഒരു വാഹനത്തിന് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൂടി എടുത്ത് പറയാണ്. ഇതിന് സൺറൂഫ് നമുക്ക് വരുന്നില്ല, കാരണം XT എന്ന ഓപ്ഷനാണ് വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ രണ്ട് വാഹനങ്ങളുടെ ഇൻട്രോ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഉണ്ടാക്കാം, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ രണ്ട് ഹാരിയറായിട്ടാണ് വന്നേക്കണം. ആ രണ്ട് ഹാരിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ സിമിലാരിറ്റി മനസ്സിലാവും. രണ്ടും ബ്ലാക്ക് എഡീഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. ബ്ലാക്ക് അല്ല, ഡാർക്ക് എന്നല്ലേ ടാറ്റ പറയണം, അതെ ഡാർക്ക് എഡീഷനിൽ വന്നേക്കുന്ന വണ്ടികളാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ രണ്ട് വാഹനങ്ങളും ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്നൊന്ന് കണ്ടേക്കാം, എന്തൊക്കെയാണ് സംഭവം, ഇതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതേപോലെ ഇയറും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 ഇതിൻ്റെ ഇയർ വന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കിലോമീറ്റർ താരതമ്യേന കുറവാണ്. നമുക്ക് മറ്റേ ഈ ലെഫ്റ്റ് സൈഡിലെ ഹയർ വെച്ച് നോക്കുമ്പോൾ കിലോമീറ്റർ കുറവാണ്. എത്രയാണ് നമുക്ക് ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് XT പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം XT പ്ലസ് ആണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു ബ്ലാക്ക് എഡീഷൻ ഡാർക്ക് എഡീഷൻ ഹയറിലേക്ക് നോക്കാം. ഇത് നോക്കുകയാണെങ്കിൽ 2021 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 2021 മോഡൽ. അതേപോലെ തന്നെ XT എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നേക്കണം. XTയിൽ 2 ലിറ്റർ ക്രയോടെക് എഞ്ചിൻ, അത് നിങ്ങൾക്കറിയാം ടാറ്റയുടെ ആ ഒരു എഞ്ചിൻ സ്പെസിഫിക്കേഷൻ കൊടുത്ത നെയിമാണ് ക്രയോടെക്. പിന്നെ സിംഗിൾ ഓണറാണ്, രണ്ടും സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ഡീസലാണ് രണ്ട് വാഹനങ്ങളും. പിന്നെ നമ്മൾ നോക്കേണ്ടത് രണ്ടും 2000 cc വാഹനം വന്നേക്കണം. ഇതിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഈ വാഹനത്തിൽ വന്നേക്കണം 2036 രജിസ്ട്രേഷൻ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കിലോമീറ്റർ നമ്മൾ ഇന്ത്യസ് നമുക്ക് പറയാം. രണ്ട് വാഹനങ്ങളും ഡീസലിൽ വന്നേക്കണ വാഹനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹാരിയർ. നമുക്ക് ഈ വാഹനങ്ങളുടെ ക്ലോസ് ലുക്കിലേക്ക് ഒന്ന് പോയേക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ വാഹനത്തിൽ തുടങ്ങാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വന്നേക്കുന്നത്. നമുക്കിവിടെ വീലാസിലേക്ക് ഒന്ന് പോയേക്കാം. വീലാസൊക്കെ വളരെ നീറ്റായിട്ട് ഇങ്ങനെ വീലാസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ബോണറ്റിലേക്ക് വരാം. ബോണറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു മഴ കഴിഞ്ഞിരിക്കുന്ന കാരണം ചെറിയൊരു പൊടിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീലാസ് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. പക്ഷേ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ വാഹനത്തിൽ കിട്ടുന്നില്ല. ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഡാർക്കിൻ്റെ ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിരിക്കുന്ന ഡോർസും നമുക്ക് കിട്ടുന്നുണ്ട്. സൈഡ് പോർഷൻ ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ടെയിൽ ലാമ്പൊക്കെ വളരെ നീറ്റായിട്ട് ടെയിൽ ലാമ്പ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹാരിയറിൻ്റെ ബാഡ്ജിങ് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഇവിടെയും ഡാർക്ക് തന്നെയാണ് പോയേക്കണേ. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. നല്ല വീലാസ് വെക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഡാർക്ക് എഡീഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സീറ്റ്സ് മാത്രം ഇത് എക്സ്ട്രാ ചെയ്തേക്കണമെന്ന് എൻ്റെ ഒരു അറിവ്. അതിൻ്റെ പേരിൽ ഇത് മാത്രം നമുക്കൊരു ബീച്ച് കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടുമ്പോൾ ഡാഷ്ബോർഡൊക്കെ വളരെ നീറ്റായിട്ടിരിക്കുന്നു. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ക്രൂസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സ് ആണ് 59,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിയേക്കണം. ഇവിടെ ചെറിയ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. മാനുവലാണ്. താഴെ നീറ്റായിട്ടിരിക്കുന്നു. ഡോർസും നീറ്റായിട്ടിരിക്കുന്നു. സീറ്റ്സൊക്കെ എല്ലാം നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. സൺറൂഫ് നമുക്ക് ഈ വാഹനത്തിന് വരുന്നുണ്ട്. അതുകൂടി ഇവിടെ എടുത്ത് പറയണം. ഓക്കെ, ഇനി നമുക്ക് പയ്യൊന്ന് പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പാസഞ്ചർ സൈഡിലേക്ക് വരാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയും ഫുള്ള് ഡാർക്ക് തീമിലാണ് പോയേക്കണേ. ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സൺറൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്റ്റൻഡ് സൺറൂഫാണ്. ബാക്ക് വരെ സൺറൂഫ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക്
പാർസൽ ട്രാക്ക് നീറ്റായിട്ടിരിക്കുന്നു. ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. ലെഗ് റൂമൊക്കെ ന്യായമായിട്ടുള്ള ലെഗ് റൂമുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിന് നോക്കാം കേട്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് തൊട്ടപ്പുറത്തിറങ്ങുന്ന അടുത്ത ഹാരിയറാണ്. ഞാൻ ജസ്റ്റ് ഈ ഡോറിന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഹാരിയറിലേക്കൊന്ന് നോക്കാം. ഇതിൻ്റെ വീൽ ആർച്ചിൻ്റെ എയർ കണ്ടീഷനിലേക്കൊന്ന് നോക്കാം. ഇവിടുത്തെ വീൽ ആർച്ച് വരാം. നല്ല നീറ്റായിട്ടൊക്കെ വീൽ ആർച്ചും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇനി നമുക്കിവിടെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും ഇടൻ്റോ പാച്ചോ കാര്യങ്ങളൊന്നും കൂടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ലാമ്പും നോക്കാം. ലാമ്പും നീറ്റായിട്ട് നിൽക്കുന്നു. ബമ്പേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ വീലാസിലേക്ക് പോകാം. ഈ വീലാസിലേക്ക് വരുമ്പോൾ ഇവിടെയും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറായാലും നീറ്റായിട്ടിങ്ങനെ ഡോർസ് കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർച്ച് ആയാലും വൃത്തി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. സൈഡ് പോർഷനും നല്ല വൃത്തി തന്നെ കാണാൻ പറ്റും. ഇവിടെ ഹാരിയറിൻ്റെ ബാഡ്ജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡിഫോഗേഴ്സ്, റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും ഉണ്ടോ ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ടയേഴ്സും ഓക്കെയാണ്. അലോയ്സും ഓക്കെയാണ്. രണ്ട് ഡോറും ഇവിടെ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. നമുക്ക് ഡോറും ഓപ്പൺ ചെയ്യാം. ഇൻറ്റീരിയേഴ്സും വെച്ചപ്പെടാം. ഡോർ പാഡ്സൊക്കെ വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഡാർക്ക് തീം ആയതുകൊണ്ട് തന്നെ സീറ്റ്സൊക്കെ ഫുള്ള് ഡാർക്കായിട്ട് വന്നേക്കണേ. അതേപോലെ തന്നെ ഇവിടെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട്. ഡാഷ് ബോർഡൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. കിലോമീറ്റേഴ്സ് 82,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെയും നമുക്ക് ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. ന്യായമായിട്ടുള്ള ലെഗ് റൂം വെക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. പാർസൽ ട്രായാലും വൃത്തി തന്നെ ഇരിക്കുന്നു. നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇത് പയ്യെ ഡോറിന് ക്ലോസ് ചെയ്യാം. ഡോർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കണം. കാരണം മുമ്പ് തന്നെ നമുക്കിൻ്റെ ബോണറ്റ് കൂടി നോക്കിയേക്കാം. രണ്ട് വണ്ടിയുടെ ബോണറ്റ് പൊക്കിയിട്ട് അവസ്ഥ നോക്കിയേക്കാം. നമുക്കിനി ഈ രണ്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയുടെ എഞ്ചിൻ റൂമിലേക്കൊന്ന് പോകാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലോയിൽ കാണിച്ചു തരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് നോക്കാം. 170 PS പവറിലാണ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങിയ ഹാരിയറിനൊക്കെ പവറിൽ വ്യത്യാസം ഉണ്ടാകും. നമുക്ക് അറിയാവുന്ന കേസാണ്. ഇതൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങുകൊണ്ട് തന്നെ ആ ഫുൾ പവറിൽ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. പേസ്റ്റിംഗ് ആയാലും നീറ്റായിട്ട് ഇങ്ങനെ പേസ്റ്റിംഗ് കാണാൻ പറ്റും. ഫുള്ളി സീൽഡാണ്. ഇനി വലിയ കാര്യമായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. നമുക്കിനി ഈ ഒരു ഹാരിയറിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് വായിക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് എഡ്ജസൊക്കെ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹാരിയറിൻ്റെ എഡ്ജസൊക്കെ കാണാൻ പറ്റും. നമുക്കിവിടെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വണ്ടിയുടെ ഫുൾ വീഡിയോ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് വാഹനങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ രീതിയിലും സെയിം ആയിട്ട് നമുക്ക് തോന്നും. കാരണം രണ്ടും ഡാർക്ക് എഡീഷനിൽ വന്നേക്കണം. ഒരു വ്യത്യാസം വാങ്ങിക്കുന്നില്ല. അലോയ്സിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. കാരണം XT വന്നേക്കണ കുറച്ച് ബേസിക് അലോയ്സാണ്. XT പ്ലസ്സിൽ വന്നേക്കുന്നത് കുറച്ച് വ്യത്യാസമുള്ള ഡയമണ്ട് കട്ട് പോലെ ഇരിക്കുന്ന ഒരു അലോയ്സാണ് XT പ്ലസ്സിൽ വന്നേക്കണം. പിന്നെ ഇതിനകത്ത് സൺറൂഫ് വരുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിട്ടാണ് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാവുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 15 lakhs rupees. അതേപോലെ ഈ XT പ്ലസ് എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17.30 lakhs ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെച്ചേക്കണം. അപ്പോൾ ചെറിയ രീതിയിലേക്ക് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ വോയിസോ മെസ്സേജോ ഇട്ടേക്കാം. കോൾ ചെയ്താൽ ചിലപ്പോൾ മിക്കപ്പോഴും എടുക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ വോയിസോ മെസ്സേജ് അയക്കാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഹാരിയറിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.